മഡഗാസ്കറിൽ നിന്നും ക്രിസ്തുമസ് ഒരുക്കത്തിൻ്റെ ആശംസകൾ. നിങ്ങൾ കുഞ്ഞുങ്ങളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ എത്തുകയില്ല എന്ന് പറയാനായി കുഞ്ഞിക്കാലുകളുമായി നമ്മുടെ കൊച്ചു ഭൂമിയിലേക്ക് നടന്നു വന്ന ദൈവം തമ്പുരാൻ. അതുകൊണ്ട് തന്നെ ഉണ്ണീശോയുടെ പിറന്നാൾ കൊണ്ടാടുന്ന ഡിസംബർ 25 കുഞ്ഞുങ്ങളുടെ തിരുനാൾ ദിനമാണ്. എല്ലാവർക്കും മഡഗാസ്കറിൽ നിന്നും ഉണ്ണീശോയുടെ തിരുനാൾ മംഗളങ്ങൾ. കൊള്ളക്കാർ വിളയാടിയിരുന്ന ഗ്രാമങ്ങളാണ് ഞങ്ങളുടെ ചുറ്റും. വളരാൻ അവസരമുണ്ടായിട്ടും പലരും തളർന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണം കള്ളന്മാരുടെ ആക്രമണങ്ങളാണ്. കാളകളായിരുന്നു ഒരു കാലത്ത് കൊള്ളയ്ക്ക് വരുന്നവരുടെ ആകർഷണം. പിന്നീട് അത് കൊലകളിലേക്കും വഴിതെളിച്ചു. കൊള്ളക്കാരുടെ സ്വയം രക്ഷയ്ക്കായി പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും ബന്ദികളാക്കി കൊണ്ടുപോകുന്ന പതിവും ആരംഭിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അവരിലൂടെ ഉണ്ടായ 2 നന്മകൾ ഞാനിവിടെ ഒന്ന് പറഞ്ഞോട്ടെ. മുൻപ് കാളകൾ ധാരാളം ഉണ്ടായിരുന്ന വർഷങ്ങളിൽ സ്കൂളുകളിൽ കുട്ടികളെ കിട്ടുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം കുട്ടികളാണ് കാളകളെ മേയ്ക്കുവാനായി അയക്കപ്പെട്ടിരുന്നത്. സ്കൂളിൽ ചേർന്നാലും ക്ലാസുകൾ മുടക്കിയാണ് കുട്ടികൾ കാളകളെ തീറ്റാൻ പോയിരുന്നത്. പ്രായോഗികമായി അറിവില്ലാത്തവരുടെ എണ്ണം കൂട്ടുന്ന ഒരു പദ്ധതി. കൊള്ളക്കാർ കൂടിയപ്പോൾ കാളകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. അധികം കുടുംബങ്ങൾക്കും ഒറ്റ കാള പോലും ഇല്ലാത്ത അവസ്ഥ. അതോടെ കുട്ടികൾ തൊഴിൽ രഹിതരായി. പഠിക്കുവാൻ സമയമുണ്ടായി. ഫലത്തിൽ ക്ലാസുകളിൽ കുട്ടികൾ മുഴുവൻ സമയ വിദ്യാർത്ഥികളായി. വേറൊരു രസകരമായ സംഭവം, പള്ളിമണികൾ മോഷ്ടിക്കുന്നവരുടെ സംഘം വ്യാപകമായിരുന്നു. ഒരു കപ്പുച്ചിൻ അച്ഛൻ മോഷ്ടാക്കളാൽ വധിക്കപ്പെടുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ദേവാലയത്തിലെ മണി മോഷ്ടിക്കപ്പെട്ടു. തിരച്ചിലായി, പക്ഷെ കണ്ടുകിട്ടിയില്ല. ഭക്തജനങ്ങൾ ദുഃഖിതരായിരിക്കുമ്പോൾ ആ രാത്രി തന്നെ മോഷ്ടാവിനെയും കൂട്ടി കുറച്ചു പേരെത്തി. മണി തിരിച്ചേൽപ്പിച്ചു. മോഷ്ടാവിനെയും മണിയെയും ഭക്തജനങ്ങളെ ഏൽപ്പിച്ചവർ ശരിക്കുള്ള കൊള്ളക്കാരായിരുന്നു. ഒരു ആരാധനാലയത്തിൽ നിന്ന് മണി മോഷ്ടിച്ചയാളെ രാത്രി കൊള്ളയ്ക്കായി പോയിരുന്ന അവർ പുച്ഛത്തോടെയാണ് കണ്ടത്. അവിടെ അവരുടെ ധാർമ്മിക ബോധം ഉയർന്നു. കൊള്ളക്കാർ തന്നെ മണി മോഷ്ടാവിനെ പിടികൂടി. നോക്കണേ, നന്മ വരുന്ന വഴികൾ. അതെ, എല്ലാവരിലും നന്മയുണ്ട്. അത് മൂടിവെക്കാനുള്ളതല്ല, പുറത്തെടുത്ത് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാനുള്ളതാണ്. സ്നാപക യോഹന്നാൻ വന്ന് വഴികൾ വെട്ടിയത് അതിനായിരുന്നു. ഉണ്ണീശോയുടെ പിറവി തിരുനാളിൽ അതായിരിക്കട്ടെ അവിടത്തേക്ക് സമർപ്പിക്കുവാനുള്ള നമ്മുടെ സമ്മാനം. ആശംസകളുടെ ഫാദർ ജോൺസൺ തളിയത്ത്.